ജയിൽ മോചിതനായി 2 ദിവസത്തിനുള്ളിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുകയാണ്. BJP വീണ്ടും അധികാരത്തിലെത്തിയാലും അടുത്ത വർഷം 75 വയസ്സാകുന്നതോടെ മോദി വിരമിക്കുമെന്ന കെജ്രിവാളിന്റെ പ്രഖ്യാപനമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ മോദി കളമൊഴിയുകയും അമിത്ഷായെ ചുമതലയേൽപ്പിക്കുകയും ചെയ്യും. മോദിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അമിത്ഷായ്ക്ക് ഗുണം ചെയ്യും എന്നിങ്ങനെയായിരുന്നു കെജ്രിവാളിന്റെ വാക്കുകൾ. തുടർന്ന് അടുത്ത വർഷം വിരമിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാൻ ഞായറാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലും കെജ്രിവാൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോദി വിരമിക്കില്ലെന്നും 2029 വരെ തുടരുമെന്നും അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 75 വയസ്സ് പ്രായപരിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ BJPയിൽ ഒതുങ്ങിപ്പോയത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേൽ, ലോക്സഭാ സ്പീക്കറായിരുന്ന സുമിത്ര മഹാജൻ, കൽരാജ് മിശ്ര, തവർചന്ദ് ഗെലോട്ട്, ബന്ദാരു ദത്താത്രേയ തുടങ്ങിയവരും ഇങ്ങനെ തന്നെയായിരുന്നു. രാജ്യസഭാ നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന തവർചന്ദ് ഗെലോട്ടിനെ 70 പിന്നിട്ടപ്പോൾ തന്നെ രാജ്യസഭാ നേതാവ് പദവിയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു. എന്തായാലും അടുത്ത വർഷം മോദി വിരമിക്കുമെന്ന പ്രവചനത്തിലൂടെ സംഘപരിവാറിനുള്ളിൽ പുതിയ കലഹങ്ങൾക്ക് തീ കൊളുത്തിയിരിക്കുകയാണ് കെജ്രിവാൾ.